ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. തേനൂർ കോങ്ങാട് റോഡിൽ പരക്കെ മാലിന്യ നിക്ഷേപം. തിരിഞ്ഞു നോക്കാതെ ആരോഗ്യ പ്രവർത്തകർ, നടപടികൾ കൈക്കൊള്ളാതെ പഞ്ചായത്ത് അധികൃതരും. മാലിന്യ നിക്ഷേപം അറിയാതെ പോയി പോലീസും. പ്രദേശങ്ങളിൽ CCTV സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വഴിനീളെ മാലിന്യച്ചാക്കുകൾ തള്ളിയതോടെ മൂക്കുപൊത്തിയാണ് ഈ വഴി യാത്ര. മുച്ചേരി മുതൽ കല്ലൂർ റോഡ് വരെ പാതയോരത്തിലുടനീളം ലോഡ് കണക്കെ മാലിന്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാലും ജനവാസ മേഖല അല്ലാത്തതിനാലുമാണ് മാലിന്യം വ്യാപകമായി ഇവിടെ തള്ളുന്നത്. രാത്രികാലങ്ങളിലാണ് ലോഡ് കണക്കെ മാലിന്യം തള്ളുന്നത്. മാലിന്യം ചീഞ്ഞളിഞ്ഞു നാറുന്നതായും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുന്നതായും നാട്ടുകാർ പറയുന്നു. ഹോട്ടൽ മാലിന്യം, പച്ചക്കറി മാലിന്യം, കോഴി മാലിന്യം തുടങ്ങിയവയാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. വലിയ ചാക്കുകളിലാക്കിയാണ് ഇവിടെ വൻതോതിൽ മാലിന്യം തള്ളുന്നത്. കോങ്ങാട് മങ്കര ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലാണ് പ്രദേശമെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. ആരോഗ്യപ്രവർത്തകരാകട്ടെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. ഇത്രയേറെ മാലിന്യങ്ങൾ തള്ളിയിട്ടും ഭരണാധികാരികൾക്ക് യാതൊരു അനക്കവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2 പഞ്ചായത്തുകളുടെയും വാലറ്റ് പ്രദേശമായതിനാൽ പഞ്ചായത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പോലും അറിയില്ല. മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാഹചര്യമുണ്ടാകും മുൻപ് അധികാരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാനും സാധ്യതയുണ്ട്. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരായ KK റഹിമാൻ, ശംസുദ്ദീൻ മാങ്കുറിശി, അപ്പുക്കുട്ടൻ കല്ലൂർ എന്നിവരുടെ ആവശ്യം. ഇരുട്ടിന്റെ മറവിലാണ് ഇവിടെ ചായക്കണക്കിൽ മാലിന്യം തള്ളുന്നത്. പാതയോരത്ത് മാലിന്യം തള്ളിയിട്ടുണ്ട്. വനമേഖലയിലും വൻതോതിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. കോഴി വേസ്റ്റ്, ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങി മദ്യക്കുപ്പികൾ എല്ലാം ഈ റോഡിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം വേണം. ഇവിടെ CCTV സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഈ മാലിന്യം തള്ളുന്നത് പിടികൂടുന്നതിന് വേണ്ടി രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തമാക്കണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.